വേർപാടിൻ്റെ 15 വർഷങ്ങൾ പോയത് സന്തോഷത്തോടെ, തിരികെ വന്നത് ഹൃദയം തകർന്ന്. നന്ദനെ നഷ്ടമായ ആ ദിവസത്തെക്കുറിച്ച് ചിത്ര, അകാലത്തിൽ പൊലിഞ്ഞുപോയ മകളെക്കുറിച്ച് എപ്പോഴും വാചാലയാവാറുണ്ട് ചിത്ര. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലായിരുന്നു ചിത്രയ്ക്ക് മകൾ ജനിച്ചത്. നന്ദന എന്നായിരുന്നു പേര്. ദുബായിൽ ഒരു പരിപാടിക്ക് പോയ സമയത്തായിരുന്നു നന്ദനയുടെ വേർപാട്. നീന്തൽക്കുളത്തിൽ വീണതായിരുന്നു. 2011 വിഷുക്കാലത്തായിരുന്നു നന്ദനയുടെ വിടവാങ്ങൽ. ഇന്നിപ്പോൾ വിഷുദിനത്തിൽ മകളുടെ ഫോട്ടോയും അതിനടിയിലെ കുറിപ്പുമാണ് ശ്രദ്ധേയമായത്. നീ കൂടെയില്ലെന്നോർക്കുമ്പോൾ വേദനയാണ്, പക്ഷേ എൻ്റെ ഹൃദയത്തിൽ നീ എന്നും ഉണ്ടാകും, നമ്മൾ കണ്ടുമുട്ടുന്നത് വരെ എന്നായിരുന്നു ചിത്ര കുറിച്ചത്. കാലങ്ങൾ എത്ര കഴിഞ്ഞാലും ആ ഓർമ്മകളിൽ നിന്നും മോചനമില്ല. ആ വേദന ശരിക്കും മനസ്സിലാകുന്നു. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മകളെ നഷ്ടമാവുന്നതിനേക്കാളും വലിയൊരു വേദന ജീവിതത്തിൽ ഇല്ല. നല്ല കുട്ടികളെ സ്വർഗത്തിലേക്ക് നേരത്തെ ആവശ്യമുള്ളത് കൊണ്ടാകാം നിന്നെയും കൊണ്ടുപോയത്. ഞങ്ങളുടെ മാലാഖ കുഞ്ഞായ നിന്നോടുള്ള സ്നേഹം എങ്ങനെ വിവരിക്കണമെന്ന് എനിക്കറിയില്ല. നന്ദനയുടെ പിറന്നാൾ ദിനത്തിൽ ചിത്ര കുറിച്ചത് ഇങ്ങനെയായിരുന്നു. അവളുടെ വിയോഗം അത് മരണം വരെ തീരാ ദുഃഖം തന്നെയാണ്. ഇനി പാട്ടിലേക്കില്ല, പാടാനൊന്നും കഴിയില്ല എന്ന് കരുതിയതാണ്. എന്നാൽ എങ്ങനെയാണെന്നറിയില്ല, വീണ്ടും പാട്ടിലേക്ക് തിരിച്ചു വന്നു. അവൾക്ക് പാട്ട് വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാകും എന്നും എൻ്റെ ഹൃദയത്തിൽ നീ ജീവിച്ചിരിക്കുന്നു. എന്നെങ്കിലും നമ്മൾ കണ്ടുമുട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു.